നമുക്ക് കഷ്ടകാലം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ ഒക്കെയാണ് സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളല്ലാത്തവരെയും തിരിച്ചറിയുവാൻ സാധിക്കുക. എന്നാൽ വ്യാജ സുഹൃത്തുക്കളെ എപ്പോഴാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ലളിതമാണ്. ഒന്നുകിൽ നമുക്ക് സക്സസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവർക്ക് സക്സസ് ഉണ്ടാവണം. ഇതിന് രണ്ടിനും എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉദാഹരണങ്ങൾ നിരത്തുവാൻ കഴിയും. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ, വിജയമുണ്ടാക്കിയ ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. 99% എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ പറയും പോലെ, ചിറകറ്റ ഒരു പക്ഷി, ചിറകുകൾ നിശേഷം അറ്റുപോയ ഒരു പക്ഷി, അതിനി പറക്കുവാൻ കഴിയുമോ? അതാണ് എൻ്റെയും അവസ്ഥ. എന്നാൽ ജീവിതത്തിലെ ചില മേഖലകളിൽ, ചില കാര്യങ്ങളിൽ ചില പ്രോഗ്രസ്സുകൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രോഗ്രസ്സാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നത്. അതിനെ ഞാൻ വിജയമായി എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. 2020 ഡിസംബറിൽ എൻ്റെ പുസ്തകം ഇറങ്ങുമ്പോൾ എനിക്ക് മറ്റ് വരുമാന മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൊറോണ കാലമായിരുന്നല്ലോ അത്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി വാങ്ങി എന്നെ സഹായിക്കുവാൻ ഞാൻ അതുവരെ സുഹൃത്തുക്കളാണ് എന്ന് കരുതിയിരുന്ന പലരും തയ്യാറായില്ല. പുസ്തകം വാങ്ങിക്കാത്തത് പോട്ടെ, അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒന്ന് എഴുതുവാൻ, ഫേസ്ബുക്കിൽ അതിൻ്റെ കവർ പേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുവാൻ പോലും ആരും തയ്യാറായില്ല. ഇനി അവരുടെ വിജയത്തിൻ്റെ കാര്യമെടുക്കാം. നമ്മുടെ നാട്ടിൽ വിജയത്തിൻ്റെ ഒരു അളവുകോൽ, മാനദണ്ഡം എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണല്ലോ. ഈ സർക്കാർ ജോലി കിട്ടുമ്പോൾ ആൾക്കാർക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുഹൃത്താണ് എന്ന് കരുതി അതുവരെ വിളിച്ചുകൊണ്ടിരുന്ന, അതുവരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ സർക്കാർ ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല. ഇനി അഥവാ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വിളിക്കൂ, ഇപ്പോൾ തിരക്കിലാണ്, അടുത്ത ഞായറാഴ്ച വിളിക്കാം, അടുത്ത തിങ്കളാഴ്ച വിളിക്കാം, ഞാൻ തിരക്കിലാണ് എന്നൊക്കെ ആയിരിക്കും മറുപടി കിട്ടുക. സർക്കാർ ജോലി കിട്ടുന്നവരെ പോലെ തന്നെ സർക്കാർ ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയ സുഹൃത്തുക്കളും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. അതുവരെ വായനയെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും നിരന്തരം സംസാരിക്കുമായിരുന്ന ഒരു അധ്യാപക സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ഒരു സ്കൂളിൽ, ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഗസ്റ്റായി വർക്ക് ചെയ്തപ്പോൾ സുഹൃത്തായി ലഭിച്ചതാണ് അദ്ദേഹത്തിനെ. പക്ഷേ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് HM ആയി പ്രൊമോഷൻ കിട്ടി, ഹെഡ് മാസ്റ്ററായി പ്രൊമോഷൻ കിട്ടി. പിന്നീട് വിളിച്ചാൽ എടുക്കില്ല, മെസ്സേജുകൾക്ക് റിപ്ലൈ തരില്ല. എൻ്റെ നമ്പർ അദ്ദേഹം ബ്ലോക്കാക്കി വെച്ചു. ഇതാണ് അവസ്ഥ.